ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് ആരംഭിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലത്തൂർ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മറ്റൊരു യുവജന സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര ശക്തമായി തന്നെ നമ്മുടെ സംഘടനാ സമ്മേളനങ്ങളിൽ വളരെ കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നത് തന്നെ നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന സഖാക്കൾ, പ്രതിനിധികൾ, പുതിയ കാലത്ത് മഹാഭൂരിപക്ഷം വരുന്ന പ്രതിനിധികൾ, അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംഘടനാ പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്നവരല്ല. അതിൽ ചെറിയതല്ലാത്തൊരു വിഭാഗം എന്ന് നമുക്ക് തന്നെ അറിയാം. ആദ്യകാലങ്ങളിലാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് സമ്മേളനത്തിൽ പോലും നടന്നിരുന്ന ചർച്ചകൾ അത് സാർവദേശീയ വിഷയങ്ങളിലാവട്ടെ, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലാവട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിലാവട്ടെ, സാഹിത്യ സാംസ്കാരിക മേഖലകളെ കുറിച്ചാവട്ടെ, സിനിമയെക്കുറിച്ചാവട്ടെ, മറ്റ് കലകളെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ആവട്ടെ, ലോകത്തെ ഏതൊരു വിഷയത്തെക്കുറിച്ചും അത്രമേൽ ആധികാരികമായി സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ ധാരണയുള്ള ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ പരിച്ഛേദത്തിന്റെ കൂടെ പേരാണ് ഡിവൈഎഫ്ഐ. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി ശിഹാബ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹനീഫ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ സംഘടനാ റിപ്പോർട്ടും, ബ്ലോക്ക് ട്രഷറി G അലേഷ്യസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ഷക്കീർ, PK ഷിബി കൃഷ്ണ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R ഷൈജു, VG സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ R രമേഷ് കുമാർ സ്വാഗതവും G അലേഷ്യസ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി KV വിഷ്ണുദാസ്, K അൻഷിഫ്, വിപിൻ ദാസ്, G അലേഷ്യസ്, M വിഷ്ണു, ദീപ, C കാവ്യൻ എന്നിവരെ തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.